നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ. തിരുവനന്തപുരം ജില്ലയിലെ 2026 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി ദിവസമായി വീഡിയോ ചെയ്തിട്ട് തിരുവനന്തപുരം ജില്ലയിലെ കാഴ്ചകൾ കാണിച്ചിട്ടും കുറേ നാളായി. നമ്മുടെ പുതിയ വീഡിയോ ആണ് തിരുവനന്തപുരം ജില്ലയിലെ. അപ്പോൾ വീഡിയോയിൽ പണിയുള്ള സ്ഥലമുണ്ട്, പണിയില്ലാത്ത സ്ഥലമുണ്ട്. പണി കൂടുതലില്ലെന്ന് കരുതിയിട്ട് നമ്മുടെ വീഡിയോ കൊള്ളത്തില്ലെന്നൊരിക്കലും കരുതരുത്. കാരണം പണിയുണ്ടെങ്കിൽ വീഡിയോ കൊള്ളാവുള്ളൂ എന്നൊരിക്കലും കരുതരുത്. കാരണം രാവിലെ 3:30 എഴുന്നേറ്റിട്ട് തിരുവനന്തപുരത്ത് 7:30 എത്തിയിട്ട് കഷ്ടപ്പെട്ടിട്ടെടുത്ത വീഡിയോ ആണ്. നല്ല തണുപ്പുമുണ്ട്, തണുപ്പും കൊണ്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത്. എല്ലാ വീഡിയോ അങ്ങനെയൊക്കെ തന്നെയാണ് എടുക്കുന്നത്. വീടിൻ്റെ അടുത്തൊക്കെയുള്ള ഏരിയ കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ വലുതായിട്ട് ബുദ്ധിമുട്ടില്ലാതെ എടുക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, അരൂർ ഭാഗത്തോട്ടൊക്കെ വരുമ്പം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം കൂടുതലും ഒന്നും ചോദിക്കുന്നില്ല, നിങ്ങളുടെ ഒരു ലൈക്കാണ് നമ്മൾ വീഡിയോയിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത്. പിന്നെ ഹൈപ്പും ചെയ്യുകയാണെങ്കിൽ ചെയ്തു വിടുക. അപ്പോൾ നമ്മൾ കഴക്കൂട്ടം മുതൽ മംഗലപുരം വരെയുള്ള അപ്ഡേറ്റാണ്. നമ്മൾ വീഡിയോ ഫുള്ള് എടുത്തു വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ബൈപ്പാസ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം ഭാഗത്തെ ഒരു പാതയുടെ പണി നടക്കുന്നത്. അപ്പം കഴക്കൂട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നേരെ നമ്മളിനി എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടറോഡ് ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം നമ്മുടെ ഈ വലത്തേ സൈഡിൽ 3 വരിയുടെ കുറച്ച് ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇടത്തേ സൈഡിൽ അവർ പഴയ റോഡ് കടന്നു പോകുന്ന ഭാഗം കുറച്ചും കൂടെ പൊളിച്ച് മാറ്റി കളഞ്ഞിട്ട് അവിടെ മണ്ണും GSB ഒക്കെ ഇട്ട് കുറച്ച് നിരത്തി എടുത്തിട്ടുണ്ട്. ഇടത്തേ സൈഡിൽ കൂടിയാണ് കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. സർവീസ് റോഡിൽ കൂടിയാണ് കുറേ ദൂരം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ ദൂരം മുമ്പോട്ട് താണ്ട നമുക്ക് ഈ ഒരു റോഡിൽ കൂടെയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പഴയ റോഡാണ് കടന്നു പോകുന്നത്. അതുവഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ മണ്ണ് ഇവിടെ വലത്തേ സൈഡിൽ അടിച്ച് കൂട്ടി അവിടെ വലത്തേ സൈഡിൽ കുറച്ച് ഭാഗമൊക്കെ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് അപ്ഡേറ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടറോഡ് ഭാഗത്തായിട്ടാണ് ഉള്ളത്. വെട്ടറോഡ് ഭാഗത്തായിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. നമ്മൾ വെട്ടറോഡിൻ്റെ അടുത്തോട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പരിശോധിക്കുമ്പം നമുക്ക് ഗർഡറുകളൊന്നും എടുത്തു വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗർഡറുകൾ വെക്കുന്ന പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇടത്തേ സൈഡിലായിട്ടുള്ള തൂണുകളുടെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ വെച്ചതിന് ശേഷം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വലത്തേ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഗർഡറുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 1, 2, 3, 4 തൂണുകളുടെ മുകളിൽ കൂടി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഗർഡറുകൾ വെക്കാനായിട്ട് ബാക്കിയുണ്ട്. ഇപ്പോൾ ഇടത്തേ സൈഡിൽ കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗത്ത് ഇനിയും കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ബാക്കിയുണ്ട്. അപ്പോൾ കുറച്ച് പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 3 മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെട്ടറോഡ് ഭാഗം കഴിഞ്ഞേച്ച് ഇനി നേരെ നമ്മൾ പോവുകയാണെങ്കിൽ നേരെ കണിയാപുരം ഭാഗത്തേക്കാണ് വരുന്നത്. കണിയാപുരം ഭാഗത്ത് പിന്നെ നമ്മളിവിടുന്ന് പിന്നെ കണിയാപുരം ഭാഗത്തോട്ട് പോകുമ്പം 2 സൈഡിലായിട്ട് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് തന്നെ റിട്ടൈനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു റിട്ടൈനിങ് വാളിൻ്റെ ഇടത്തേ സൈഡിൽ കാണുന്ന റിട്ടൈനിങ് വാളിൻ്റെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. വലതു ഭാഗത്തായിട്ട് റിട്ടൈനിങ് വാളിനോട് ചേർന്ന് തന്നെ കുറച്ച് മണ്ണിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം RE വാൾ ബ്ലോക്ക് ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. വലത്തേ സൈഡിലായിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ട് RE വാൾ പാനൽ ഉപയോഗിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി ആ ഒരു ഭാഗത്തായിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പിന്നെ മുമ്പോട്ട് വരുമ്പം കണിയാപുരം ഭാഗത്തായിട്ട്, അതായത് ബസ് സ്റ്റാൻഡ് വരുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പകുതി കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതി കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയുടെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ കണിയാപുരം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇത്രയും പണി കഴിഞ്ഞ് കിടക്കുകയാണ്. നമ്മളിനി നേരെ കണിയാപുരം കഴിഞ്ഞേച്ച് പിന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡൊക്കെ കഴിഞ്ഞ് നേരെ ഇനി പള്ളിപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ കണിയാപുരം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വലത്തേ സൈഡിലായിട്ട് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള 2 തൂണുകളുടെ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. തൂണിൻ്റെ മുകളിലായിട്ടുള്ള പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല.
പക്ഷേ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് ഇവിടെ നല്ല ഹൈറ്റിലായിട്ട് തന്നെ റിറ്റൈനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വലത്തെ സൈഡിലായിട്ട് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത്തെ സൈഡിലും അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെയൊക്കെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പെട്രോൾ പമ്പ് കണിയാപുരം കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് ഈ പെട്രോൾ പമ്പ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ ഇനി പള്ളിപ്പുറം ഭാഗത്തോട്ട് CRPF ക്യാമ്പ് വരുന്ന ഭാഗത്തോട്ട് അടുക്കുമ്പോൾ പിന്നെ പറയത്തക്ക രീതിയിലുള്ള വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല. പണി പുരോഗമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തെ സൈഡിലായിട്ട് കുറച്ച് വീതിക്കായിട്ട് തന്നെ അറുവരിപ്പാതയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ലെയർ. പിന്നെ വലതു ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇത്രയും പണിയൊക്കെ നമ്മൾ പിന്നെ മുമ്പോട്ട് വരുമ്പം ഉള്ളു. നമ്മളിപ്പം പള്ളിപ്പുറത്ത് നിന്ന് പോത്തൻകോട് പോകുന്ന റോഡ് വലത്തോട്ട് അത് കഴിഞ്ഞിച്ച് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് വരുമ്പോൾ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിൽ നമ്മൾ കാണുന്ന ഭാഗം ആ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്ത് ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ ഭാഗത്ത് അന്ന് കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് അവിടെ കമ്പിയൊക്കെ വെച്ചിരിക്കുന്നതായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ ഒരു ഭാഗത്ത് സർവീസ് റോഡ് കടന്നു പോകുന്ന ഭാഗം അവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പം ഇവിടം തൊട്ട് കുറച്ച് പണി 3 വരിയും 2 സൈഡിലുമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആദ്യത്തെ ലെയർ ടാറിംഗ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. നേരത്തെ വലത്തേ സൈഡിൽ കൂടിയുള്ള 3 വരി കൂടിയായിരുന്നു വാഹനങ്ങൾ കൊല്ലം ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇടത്തേ സൈഡിൽ കൂടിയുള്ള 3 വരി കൂടെ കടത്തി വിട്ടിട്ട് ഇടത്തേ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടിയാണ് കുറച്ച് ദൂരം വരെ കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതേപോലൊക്കെ തന്നെയുള്ള പണികളാണ് ഇപ്പം തിരുവനന്തപുരം ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ നാളായി തിരുവനന്തപുരം ജില്ലയിലോട്ടൊക്കെ വന്നിട്ട് ഒരുപാട് പണികൾ പുരോഗമിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ടായിരുന്നു വന്നത്. പക്ഷേ ഒത്തിരി നാളായി തിരുവനന്തപുരം ഭാഗത്തോട്ടൊരു ഓട്ടമൊക്കെ ഓട്ടം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ കൂടിയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വീഡിയോ എടുക്കാൻ വരത്തുള്ളായിരുന്നു. പക്ഷേ ഓട്ടമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഞാൻ കരുതി തിരുവനന്തപുരം ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായി കാണുമെന്ന് കരുതിയിട്ടാണ് എന്തായാലും പെട്രോൾ അടിച്ച് ഇവിടെ വരെ വന്നത്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാനും പറ്റത്തില്ല. വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളിപ്പം പള്ളിപ്പുറം CRPF ക്യാമ്പിൻ്റെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു കാണുന്ന ഭാഗത്തായിട്ട് ഇടത്തെ ഈ സൈഡിലായിട്ട് പഴയ റോഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പഴയ റോഡൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്നത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം മണ്ണാക്കിയിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകരം ഇടത്തെ സൈഡിൽ കൂടിയാണ് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കൊല്ലം ഡയറക്ഷനിലോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പള്ളിപ്പുറം CRPF ക്യാമ്പിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് മിനി ഫ്ലൈ ഓവറാണ്. അവിടെ അതിൻ്റെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെയും കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡ് ഈ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ഇവിടെ പൊളിച്ചു മാറ്റിയതിൻ്റെയൊക്കെ വേസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ മുമ്പോട്ട് CRPF ക്യാമ്പിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മിനി ഫ്ലൈ ഓവറിൻ്റെ അടുത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗർഡറുകളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ചപ്പം ഗർഡറുകൾ വെച്ച് കഴിഞ്ഞിട്ടുള്ള ആയിരുന്നു വീഡിയോയിലുള്ളത്. ഇപ്രാവശ്യം അതിൻ്റെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ CRPF ക്യാമ്പിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകൾ. ഇതാണ് ഇവിടത്തെയൊക്കെ കാഴ്ചകൾ. ഒരുപാട് പണിയാണ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ പുരോഗമിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഒരു കുന്നാണ്. പഴയ റോഡ് അത്യാവശ്യം നല്ല താഴ്ചയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടെ 2 സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പരിപാടിയാണെങ്കിൽ മൈലക്കാട് സംഭവിച്ചതുപോലെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. കാരണം ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൈ ഓവർ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചും കൂടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടത്തെ സൈഡിലായിട്ട് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പം ഇപ്പോൾ വയഡക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
കുറച്ച് ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് കുറേ കൂടി മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് കാണുന്ന ആ ഒരു പാടത്തിൻ്റെ അടുത്തായിട്ട് തന്നെ അവർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി കുറച്ച് പൈലിങ് ചെറിയ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ഇവിടെ ക്യാമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു RKC കമ്പനിയുടെ. അതിനുള്ള പണികളാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നുന്നു. കൃത്യമായിട്ട് അറിയത്തില്ല, ഒരു ഡൗട്ടാണ്. ഇനി വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് ആണോ എന്നും അറിയത്തില്ല. നമ്മൾ നേരെ ഇനി മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പം ടെക്നോ പാർക്ക് ഫേസ് 4 കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പം ഇവിടെ പിന്നെ പണി മെച്ചപ്പെട്ടത് ഇടത്തെ സൈഡിൽ കാണുന്ന സർവീസ് റോഡിൻ്റെ കുറച്ച് പണികൾ കൂടി കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ടാറിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല, അത്യാവശ്യം കുറച്ച് ലെവൽ ചെയ്തിട്ട് GSB ഇട്ട് നികത്തിയെടുത്തിട്ടുണ്ട്. അതേ ഉള്ളൊരു പണിയെന്ന് പറയാൻ. പിന്നെ നേരെ നമ്മൾ ഇനി മംഗലാപുരം ഭാഗത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പിന്നെ അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. ഇവിടൊക്കെ ഇനി തൂണുകളിൽ വരാനുള്ള സാധ്യതയായിരിക്കും ഉള്ളത്. ഓഡിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലും ഇതേപോലുള്ള സ്ഥലങ്ങളാണ്. ഇറക്കവും കയറ്റവും ഒക്കെ ഉള്ള ഒരുപാടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. അപ്പോൾ ഇനി ഒരുപാട് റിസ്ക്കുള്ള സ്ഥലം കൂടിയാണ്. ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റിസ്ക്കുള്ള ഒരു കാര്യമാണ്. നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പ്രശ്നം വരുന്നില്ല. ഹൈറ്റ് വലുതായിട്ട് വരാത്ത സ്ഥലങ്ങളിലൊക്കെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര റിസ്ക്കുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഈ ഇറക്കത്ത് നിന്ന് മേളോട്ട് റോഡ് ലെവലാക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈറ്റിലായിട്ട് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുമ്പം മഴക്കാലമൊക്കെ ആവുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതാണ് ഈ ഒരു ആറിവാൾ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പം മിക്കവാറും വയഡക്റ്റ് പോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നേരെ മംഗലപുരം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മംഗലപുരം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കായി കുറച്ചും കൂടെ പണി മെച്ചപ്പെട്ടിട്ടുണ്ട്. വലത്തെ സൈഡിൽ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടൊരു 4 തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വലത്തെ സൈഡിൽ തന്നെ ആദ്യം കാണുന്ന തൂണുകളുടെ മുകളിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് കുറേ കൂടി മണ്ണിട്ട് ഉയർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം മുതൽ മംഗലപുരം വരെയുള്ള ഏറ്റവും പുതിയ കാഴ്ചകൾ. നമ്മൾ വീഡിയോ എടുത്ത ദിവസം ആദ്യമേ പറയാൻ മറന്നുപോയി. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 23/1/2026 വെള്ളിയാഴ്ച രാവിലെ ഏകദേശം 7:30 സമയത്തെടുത്ത വീഡിയോ ആണ്. ഇത് കഴിഞ്ഞേച്ചുള്ള വീഡിയോ ഇതിൻ്റെ വാല ഇങ്ങനെ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക. സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്.